ലതാനിലിന്റെ നാലാമത് കവിതാ സമാഹാരം 101 കനൽപ്പൊട്ടുകൾ പ്രകാശനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രകാശനം. കായംകുളം പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ലതാ അനിലിന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരേത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് CS സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ചേരാവള്ളി ശശി പുസ്തക പ്രകാശനം നിർവഹിച്ചു. പകർന്നു തരാൻ കഴിയും. അതാണ് ദൈവജ്ഞനല്ലോ നിങ്ങൾ, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ. അങ്ങനെ നിങ്ങളെ ദൈവജ്ഞനല്ലോ എന്ന് ബൈബിളിൽ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. കൊച്ചു കവിതകളാണ് നമ്മൾ തോന്നുന്നത്, വലിയ ആശയങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിത ഞാൻ ഓർക്കുകയാണ്. 2 വൈരുദ്ധ്യങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രസക്തമായ ഒരു കവിത ഞാൻ പാടുകയാണ്. എന്നൊരാന, കുട്ടിക്കവിതയാണെന്ന് തോന്നുന്നുള്ളൂ, പക്ഷെ അതിന് ഭയങ്കര ആശയമാണ്. എന്നൊരാന, ഈ എന്നൊരു ഈച്ച, ആനയും ഈച്ചയും അങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി? ഈച്ച മേലോട്ടു, ആന താഴോട്ടു. ഇത് കേട്ടാൽ എന്തൊരു വെട്ടിക്കവിതയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വരികളാണ് ഇവയിൽ തോന്നുന്നത്. കാരണം നമ്മൾ കയറി ഒരു ദിവസം ഈ മന്ത്രിസഭ തകരാൻ പോവുകയാണ്, മുഖ്യമന്ത്രി ഇപ്പം ചെയ്യില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇപ്പം ചെയ്യില്ല. നമ്മൾ വാർത്താ ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ദിവസം കേൾക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. പക്ഷെ ഒരു പുല്ലും നടക്കില്ല. മല പോലെ വന്ന് മഞ്ഞ് പോലെ പോകുന്നതാണ്. കാരണം അടുത്ത ദിവസം വേറെ വാർത്തയാണ്. ഇന്നലത്തെ വാർത്തയായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥിയെ കോമ്പസ് കൊണ്ട് കുത്തിയത്. ഇന്നതാണോ വാർത്ത? റിട്ടയർഡ് ജയിൽ DIG സന്തോഷ് സുകുമാരൻ പുസ്തകം ഏറ്റുവാങ്ങി. PV അമർനാഥ് പുസ്തകം പരിചയപ്പെടുത്തി. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ്, അഡ്വക്കേറ്റ് രാമകൃഷ്ണ ശേഷാദ്രി, കുമ്പളത്ത് മധുകുമാർ, PS ലാജി, ശശികല S, ബീന അശോക, ദിയ, കൽഹാര S, ലാലിയാർ പിള്ള, A അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.